നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന വിഷയം പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്തത് ഒന്നായി പോലും മനസ്സിൽ തോന്നിയാലും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരുപാട് സങ്കടങ്ങളുമായിട്ടാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. കണ്ണുനീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്നൊരു ദൈവമുണ്ട്. അവിടുന്ന് നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുമെങ്കിൽ എത്ര കൂരിരുട്ടാണേലും അത് മാറി ഒരു പ്രഭാതം ഉദിക്കുമെങ്കിൽ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റും. അനുഗ്രഹമുള്ളൊരു പ്രഭാതം ഉദിച്ചു വരുന്ന പോലൊരു നല്ല കാലം കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലല്ലോ. ഏതൊക്കെയോ ആ കഴുതയെ പോലെയാ നമ്മൾ പലരും നമ്മളെ നോക്കി പറഞ്ഞത്, എവിടെ എത്തില്ല, നീ രക്ഷപ്പെടത്തില്ല, നീ വീട് വെക്കത്തില്ല, നിന്റെ നാള് ശരിയല്ല, നിന്റെ കളറു ശരിയല്ല, നിന്റെ സ്വഭാവം ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കും ഇനി നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ആർക്കും വേണ്ടാതായി മാറി എന്നൊക്കെ ചിന്തിച്ചാലും ഓർത്തുകൊള്ളുക, ആ കഴുതേനെ പോലും അവിടെ നിന്ന് അഴിച്ച് രാജാക്കന്മാരെ പോലെ നടത്തിച്ചൊരു ദൈവമുണ്ട്. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കപ്പെടാനിടവരും. നിന്ന് എന്നെ പരിഹസിച്ചവർ പോലും എൻ്റെ കരങ്ങളിൽ പിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ, മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം ഓർത്തു, പ്രാർത്ഥനയെ പരിഹസിച്ചവർ പോലും കളിയാക്കിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. നിനക്കൊരു നല്ല കാലം വരും കുഞ്ഞെ, ദൈവനാമത്തിൽ നിന്നോട് പറയുവാണ്, നിനക്കൊരു നല്ല കാലം വരും. ഈ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിക്കുവാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച്, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, നെഞ്ചോടു ചേർക്കുന്നോരേശുവുണ്ട്. എന്നെ നെഞ്ചോടു ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. പാടി. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. സത്യമാണ്. നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. വിശ്വസിച്ച് പറ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്.
വിശ്വസിച്ച് പറഞ്ഞേ ആമേൻ. ആമേൻ. ഈ 3 ദിവസത്തെ കൺവെൻഷന്റെ സമാപനമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രസംഗിച്ച വൈദികരുണ്ട്, ബലിയർപ്പിച്ച അഭിവന്റെ പിതാക്കന്മാരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, ശുശ്രൂഷകരുണ്ട്. പ്രിയപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടും എല്ലാവരോടും ചേർന്ന് എളിമയോടെ നിന്നൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തെ മനസ്സിലൊന്ന് കൊണ്ടുവരിക. പ്രിയപ്പെട്ട പ്രശാന്ത് അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹത്തിൽ നിൽക്കുകയാണ്. എത്രയോ വർഷങ്ങളായി ശുശ്രൂഷയിൽ നിന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹമുള്ളൊരു വൈദികനാണ്. ജോഷി അച്ഛനെ പ്രത്യേകം ഓർക്കുന്നു. ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്ന ദൈവാത്മാവുള്ളൊരു വൈദികനാണ്. ഞങ്ങൾ ആ വൈദികരോട് ചേർന്ന് നിൽക്കുകയാണ്. എല്ലാ ശുശ്രൂഷകരെ 400-ലധികം ശുശ്രൂഷകരുണ്ടെന്ന് അച്ഛൻ പറയുകയുണ്ടായി. എല്ലാവരെയും ചേർത്ത് നിർക്കുകയാണ്. കർത്താവ് ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനോടും എല്ലാം നിന്നുകൊണ്ട് ഈ ജനത്തിനു വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരണം. ഇന്ന് അതായത് കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ എന്ന പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മേലെ വഹിക്കുന്ന പോലെ എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം ഭാഗ്യം തരൂന്നാ പറയുന്നത്. എന്താ പറഞ്ഞ എണ്ണി എണ്ണി സ്തുതിക്കാൻ. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച്, പഴയ നിയമത്തിലെ ജോസഫിന് എണ്ണാൻ കഴിയുന്ന കുറെ സഹനം ഉണ്ടായിരുന്നു. എന്നെ പൊട്ടക്കിണറ്റിലിട്ടു, അടിമക്കാർക്ക് വിറ്റു, വസ്ത്രം കീറി, എന്നെ ജയിലിൽ അടച്ചു, കള്ളക്കേസുണ്ടാക്കി, 5 വിരളെ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം കയറി വന്നപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ സമ്പത്ത് അവൻ അളക്കാൻ കഴിയാത്ത വന്നതുകൊണ്ട് അളവ് നിർത്തിയെന്ന്. അതായത് ദൈവം നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് അളവിൽ കൂടുതലായിരിക്കും. ഇന്ന് ചിലപ്പോൾ എണ്ണി നോക്കുമ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, മക്കളിൽ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്. സാരമില്ല, എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. എണ്ണി എണ്ണി പറയാൻ നിനക്ക് അനുഗ്രഹങ്ങളെ ദൈവം തരും. ഒരു നിമിഷം ആ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുടുംബത്തെ, വീടിനെ ഒന്ന് മനസ്സിൽ കണ്ടേ. അവിടെ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിൽ കണ്ടേ. അവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയമായി. യുവതി യുവാക്കളുണ്ട്. ആരെങ്കിലും പാസ്പോർട്ടായിട്ടോ ഏതെങ്കിലും രാജ്യത്ത് പോകണം, ഇന്ന ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഒരു നിമിഷം നിങ്ങൾ എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം ഭാഗ്യം തരും. ഇന്ന് വീടില്ല, ഇന്ന് കടബാധ്യതയാണ്, രോഗമാണ്, ചില മാരക രോഗങ്ങളുണ്ട്. അവിടെ എല്ലാ സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സൗഖ്യം ഉണ്ടാകട്ടെ. വഴി തെറ്റിപ്പോയ മക്കളുണ്ടോ? മദ്യത്തിനോ മയക്കുമരുന്നോ ലഹരിക്കോ അടിമപ്പെട്ട് വഴിതെറ്റിപ്പോയ മക്കൾ, അവർ തിരിച്ചു വരാൻ ഇടവരട്ടെ. അവരിൽ ഒരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഒരാൾ പോലും നശിച്ചു പോകാൻ പാടില്ല. 2 കരങ്ങളെ ഉയർത്തി സകല നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് കുടുംബം അനുഗ്രഹിക്കപ്പെടണം, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം, ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടണം, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടണം, അടുത്ത വർഷം അനുഗ്രഹമാകണം, ഈ ആലയം അനുഗ്രഹിക്കപ്പെടണം, വൈദികർ അനുഗ്രഹിക്കപ്പെടണം, സിസ്റ്റേഴ്സ് അനുഗ്രഹിക്കപ്പെടണം, ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടണം, ഈ ജനം അനുഗ്രഹിക്കപ്പെടണം, ഈ ജനം അനുഗ്രഹിക്കപ്പെടണം, സത്യ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.